സാർ, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുകൊണ്ട് തന്നെ മോദിയുടെ യുദ്ധമാണ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് റഷ്യ നടത്തുന്നതെന്നാണ് അമേരിക്കയിലെ ലീഡേഴ്സ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ശരിക്കും ഞെട്ടിക്കുന്നൊരു വിവരമുണ്ട്. അതെന്താ? അതെന്താന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. നമ്മളിത് കുറയ്ക്കുന്നൊന്നുമില്ല, കുറയ്ക്കുന്നു എന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഉണ്ടല്ലോ, സെപ്റ്റംബർ ഒക്ടോബർ ആ ഡെലിവറിയും കൂടി നമ്മൾ എണ്ണയുടെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ശുദ്ധീകരിക്കുന്ന എണ്ണ നമ്മൾ പുറത്തേക്ക് അയക്കുന്നുണ്ടല്ലോ, യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ അയക്കുന്നുണ്ട്. ഇത് നമുക്കറിയാമായിരുന്നു, നമ്മൾ മുമ്പ് ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ, ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രാജ്യം ഉക്രൈനാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചിട്ട് ഉക്രൈൻ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെ, അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യും, ശുദ്ധീകരിച്ച് മറ്റേ യുക്രൈന് കൊടുത്തിട്ട് വേണം മറ്റേ യുദ്ധരംഗത്തൊക്കെയുള്ള ട്രക്കുകൾ, വാഹനങ്ങൾ ഇതൊക്കെ ഓടാൻ. അപ്പോൾ യുക്രൈൻ്റെ സമ്പദ് രംഗത്തിനെ നമ്മൾ പിടിച്ചു നിർത്തുന്നത് റഷ്യൻ എണ്ണ വാങ്ങിച്ചു അതിൻ്റെ ശത്രുവിൻ്റെ തന്നെ എണ്ണ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ്. അപ്പം ശരിക്കും പറയാം, നമ്മൾ ഈ റഷ്യക്ക് ഈ യുദ്ധം ചെയ്യാനുള്ള പൈസ കൊടുക്കുന്നു, എണ്ണ വാങ്ങിച്ചിട്ടെന്നാണ് ഇത്രയും കാലം മറ്റ് ചില ആളുകൾ ആരോപിച്ചത്. ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കാനില്ലല്ലോ. അതെ, നമ്മളും ചർച്ച ചെയ്യുമ്പോൾ യുക്രൈൻ എണ്ണ ഇന്ത്യ കൊടുക്കുന്നു എന്നുള്ളത് നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ, യൂറോപ്പിലേക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട്, നമ്മൾ റിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പലതരം ക്രൂഡ് നമ്മൾ പലതരം വാങ്ങിക്കുന്നുണ്ട്, യൂറാൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യുക്രൈന് നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതുകൊണ്ട് വലിയ ഗുണമാണ്. ഈ കഴിഞ്ഞ മാസം 2025 ജൂലൈയിലെ കണക്ക്, ജൂലൈയിൽ യുക്രൈൻ്റെ ഏറ്റവും വലിയ ഡീസൽ സപ്ലയർ ഇന്ത്യയായിരുന്നു. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഡീസൽ യുക്രൈന് കൊടുത്തത്. യൂറോപ്പിലെ രാജ്യങ്ങളെക്കാൾ കൂടുതൽ യുക്രൈന് എണ്ണ കൊടുത്തത് ഇന്ത്യയാണ്. ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ എണ്ണ വിപണിയുടെ കണക്കുകളൊക്കെ പറയുന്ന ഫാഫ്റ്റോ റിനോക് ആണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. യുക്രൈനിൽ നിന്ന് തന്നെയാണ് കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ യുക്രൈനിലെ എണ്ണ വിപണി ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന ഡീസലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ജൂലൈയിൽ യുക്രൈൻ്റെ മൊത്തം ഡീസൽ ഇറക്കുമതിയിൽ 15% ഇന്ത്യയിൽ നിന്നായിരുന്നു. അപ്പോൾ ദിവസവും 2700 ടൺ ഡീസൽ ഇറക്കുമതി ചെയ്യുന്നു എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ജൂലൈയിലെ കയറ്റുമതി ഇതായിരുന്നു, ഉക്രൈനിലേക്കുള്ളതായിരുന്നു ജൂലൈയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി. 2025 ഈ കൊല്ലം ജനുവരി ജൂലൈ മുതൽ ഉക്രൈൻ്റെ ഡീസൽ ഇറക്കുമതിയിൽ മൊത്തം എടുത്താൽ 10.2% ഇന്ത്യയിൽ നിന്നായിരുന്നു. ജൂലൈയിൽ മാത്രം 15% ആയിരുന്നു. ജൂലൈയിലായിരുന്നു ഇതിൻ്റെ പീക്ക്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ നേരത്ത് യുക്രൈനിലേക്ക് നമ്മൾ കയറ്റി അയച്ചത് 1.9% മാത്രമായിരുന്നു അവരുടെ മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15% ഇപ്പോൾ ഇരട്ടി കൂടിയിട്ടുണ്ട്. അവർക്ക് നമ്മൾ അയക്കുന്ന ഡീസൽ കൂടിയിട്ടുണ്ട്. പല റൂട്ടുകൾ വഴി നമ്മൾ അയക്കുന്നുണ്ട്. ഇത് പലരും കണ്ടുപിടിക്കണം എന്നൊന്നുമില്ലല്ലോ. റൊമാനിയ വഴി അയക്കുന്നുണ്ട്, പിന്നെ ഡാന്യൂബ് നദിയില്ലേ അങ്ങനെ അയക്കുന്നുണ്ട്. തുർക്കിയുടെ OPET ടെർമിനൽ വഴി നമ്മൾ അയക്കുന്നുണ്ട്. തുർക്കി വഴിയും നമ്മൾ അയക്കുന്നുണ്ട്. അതുകൊണ്ട് തുർക്കിയെ നമ്മളെപ്പോഴും മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുറെ കുറ്റം പറഞ്ഞാണ്. അങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് തുർക്കിയുമായി വലിയ കച്ചവടം ഉണ്ട്, ശതകോടികളുടെ ഒക്കെ കച്ചവടം ഉള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഈ വിവരം, തുർക്കി വഴിയും നമ്മൾ യുക്രൈന് എണ്ണ അയക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് അത്യാവശ്യം ഉള്ള സംഗതിയാണ് എണ്ണ. പെട്രോൾ ഇല്ലാതെ നടക്കില്ലല്ലോ. പലപ്പോഴും ഇതിന്റെ റേഷനിങ് ഒക്കെ ഉണ്ടാവും വലിയ യുദ്ധമൊക്കെ നടക്കുമ്പോൾ. ശുദ്ധീകരിച്ച ഡീസൽ നമ്മൾ അയക്കുന്നു, റഷ്യൻ ക്രൂഡിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. റഷ്യൻ എണ്ണ ആണ് അങ്ങനെ
യുക്രൈൻ്റെ സമ്പദ് രംഗത്തെ പട്ടാളത്തെയൊക്കെ നയിക്കുന്നത് റഷ്യയുടെ എണ്ണയാണ്. വേറെ രാജ്യങ്ങൾ കൊടുക്കുന്നത് സ്ലോവാക്യ, ഗ്രീസ്, തുർക്കി, ലിത്വാനിയ ഒക്കെ യുക്രൈന് എണ്ണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പീറ്റർ നവാറോ, വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ ഉപദേഷ്ടാവ് ആണ്, ഒരു TV അഭിമുഖത്തിൽ പറഞ്ഞത് ഇത് മോദിയുടെ യുദ്ധമാണ് യുക്രൈനിൽ നടക്കുന്നത്. ആഗോള പക്ഷേ ഇതിന് വേറൊരു വശമുണ്ട്. ഇങ്ങനെ മോദിയുടെ യുദ്ധമാണെന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നെങ്കിലും പീറ്റർ നവാറോ ട്രംപിൻ്റെ സഹായി ബ്ലൂംബെർഗിനോടാണ് പറഞ്ഞത് ഇത് മോദിയുടെ യുദ്ധമാണ്. യുക്രൈനിലേക്കുള്ള സമാധാന പാത ഭാഗികമായിട്ട് ഡൽഹി വഴിയാണ്. റഷ്യൻ എണ്ണ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ ഞങ്ങൾ ആ പിഴയായിട്ട് ചുമത്തിയ 25% കുറയ്ക്കും. പിന്നെ ചൈന പോലുള്ള ഏകാധിപത്യ രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ നടപ്പ്. എണ്ണ വാങ്ങി യുദ്ധമുണ്ടാക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. കാരണം യുദ്ധത്തിനെ ഫിനാൻസ് ചെയ്യുന്നത്, റഷ്യയെ ഫിനാൻസ് ചെയ്യുന്നത് ഇന്ത്യയാണ്. എണ്ണ മേടിച്ചിട്ട് കാശ് കൊടുക്കുമല്ലോ, ആ കാശ് കൊണ്ടാണ് ബോംബ് ഉണ്ടാക്കുന്നത്, ആയുധം ഉണ്ടാക്കുന്നത് എന്നാണ് അമേരിക്കയുടെ വാദം. ചൈനയുമായി ദശകങ്ങൾ യുദ്ധം നടത്തിയതാണ് ഇന്ത്യ. ഈ പീറ്റർ നവാറോ പറയുക അക്സായ് ചിൻ കയ്യേറി ചൈന, സുഹൃത്തുക്കളെ അല്ല ചൈന. എന്നിട്ട് ഇപ്പോൾ സഖ്യമായിട്ട് നടക്കുക. ഇപ്പോൾ SCO ഉച്ചകോടിക്ക് പോയിട്ടില്ലേ നമ്മൾ, മോദി അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 40 മിനിറ്റ് ചർച്ച ഷീയുമായിട്ട് അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പക്വതയുള്ള ജനതയാണ്, പക്വതയുള്ള മനുഷ്യരാണ്, മോദി വലിയ നേതാവാണ്, എന്നിട്ടും ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് എന്നാണ് നവാറോ ചോദിക്കുന്നത്. ഞങ്ങളാണ് മോദിയുടെ യുദ്ധത്തിന് പണം മുടക്കുന്നത്. അമേരിക്ക നമ്മൾ കയറ്റയക്കുന്നുണ്ടല്ലോ സാധനങ്ങൾ വാങ്ങി പൈസ ഞങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുമ്പോൾ ആ പണം കൊണ്ടാണ് ഇന്ത്യ യുദ്ധം ഉണ്ടാക്കുന്നത് യുക്രൈനിൽ. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയാണ് സഹായിക്കുന്നത്. അമേരിക്കയിലെ ഉപയോക്താക്കള്, വ്യവസായം, ഇതൊക്കെയാണ് നഷ്ടം അനുഭവിക്കുന്നത്. ഇതുകൊണ്ട് തൊഴിലാളികളും നഷ്ടം അനുഭവിക്കുന്നു. ഇന്ത്യയുടെ തൊഴില്, ഫാക്ടറികൾ, വരുമാനം ഇതൊക്കെ നമ്മളാണ് നിലനിർത്തുന്നത്, നമ്മുടെ നികുതിദായകരാണ് അങ്ങേര് പറയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക ഇപ്പോൾ റഷ്യൻ എണ്ണയുടെ സെൽഫ് സർവീസ് ലോണ്ടറി ആണ് എന്നും പീറ്റർ നവാറോ പറഞ്ഞു. റിഫൈനറികൾ ലാഭം ഉണ്ടാക്കുകയാണ് റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട്. നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങിച്ചിട്ടാണ് ആഗോള ഊർജ പ്രതിസന്ധി ഇല്ലായ്മ ചെയ്തത്. ഇതാണ് വാസ്തവം. ഇത് അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട്. 2022 മുതൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് 17 ബില്യൺ ലാഭം ഉണ്ടാക്കി എന്നാണ് കണക്ക്. എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം കോടി രൂപ. 1 ലക്ഷം കോടിയല്ല, 1.5 ലക്ഷം കോടി രൂപ. നമ്മൾ ഈ ഇറക്കുമതി, റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി കൊണ്ട് ആഗോള എണ്ണ വിപണിയിൽ ഒരു സ്ഥിരത, സ്റ്റെബിലിറ്റി ഉണ്ടായി. അല്ലായിരുന്നെങ്കിൽ ആഗോള എണ്ണ വില ഇപ്പോൾ നമ്മൾ 60 അല്ലേ, 72 ബാരലിന് ഡോളറൊക്കെ കാണും. നമ്മൾ $60 വാങ്ങുന്നത് ബാരലിന് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില ഈ യുദ്ധമൊക്കെ കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഡോളറിന് 200 രൂപയായിരുന്നു ആയേനെ ബാരലിന്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം ഉണ്ടായേനെ അല്ലേ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ആഗോളമായിട്ട് വിലക്കയറ്റം ഉണ്ടാകുമായിരുന്നു. 3 ഇരട്ടി ആകുമായിരുന്നു ആഗോള വിലക്കയറ്റം. ഇത് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യയെ പ്രശംസിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ് ഇത് അല്ലേ ഈ രീതിയിൽ. ഇപ്പൊ പുട്ടിന്റെ മുകളിലൊരു സമ്മർദ്ദം ചെലുത്തണമല്ലോ. ഇന്ത്യയാണ് ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രം. അപ്പൊ ഇന്ത്യയുടെ മുകളിൽ പിഴ ചുമത്തിയ ഇന്ത്യ പോയി പുട്ടിന്റെ കാൽക്കൽ വീണ് സമാധാനം, അങ്ങനെ നൊബേൽ സമ്മാനം കിട്ടും
വലിയ സ്വപ്നമായിരുന്നു അല്ലേ? ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിന്റെ തന്നെ റിപ്പോർട്ടില്ലേ, ഉം. മോദി ഫോൺ എടുക്കാത്തതിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ട്, ആ, അത് ഈ നൊബേൽ സമ്മാനം അതിന്റെ അകത്ത് പെടും. ആ, ആ. പിന്നെ ഇന്ത്യ മറ്റേ യുദ്ധം നിർത്തിയത് ട്രംപാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉം. അപ്പൊ ഒരു ജർമ്മൻ പത്രം പറഞ്ഞിരുന്നല്ലോ അതെ. മോദി ഫോൺ എടുക്കുന്നില്ല. ഇല്ല എന്നുള്ളത്. അതിന്റെ കാരണങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഉം. അപ്പൊ യുക്രൈന്റെ യുദ്ധരംഗത്ത് ട്രക്ക്, കാർഷിക രംഗത്ത് ട്രാക്ടർ, ഇതൊക്കെ ഓടിക്കുന്നത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിച്ചിട്ടാണ്. അതാണ് വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.